അഭി എത്തുന്നവരെ ഞാനും നിങ്ങളുടെ കൂടെ വരാം. വെറുതെ എന്തിനാ ചേച്ചി പോകുന്ന? ആറ്റിങ്ങിൽ വരെയല്ലേ, അത്രയ്ക്കുള്ള ദൂരല്ലേ ഉള്ളൂ. അതെ, ഞങ്ങള് സേഫായിട്ട് പൊക്കോളാം അമൃതേച്ചി. വേണ്ട, ഞാനും ഉണ്ട് അതുവരെ. ഞാൻ പോയിട്ട് വരാം. ചേട്ടാ വണ്ടി എടുത്തോ. എല്ലാം നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെയാണല്ലോ. അവരുടെ യാത്ര ഒറ്റയ്ക്ക് തന്നെയല്ലേ? അതെ അതെ, ആറ്റിങ്ങല് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് വരെ അവരുടെ കൂടെ വേറെ ആരുമില്ല. ശരി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങോട്ടാണോ യാത്ര? എനിക്ക് പുറത്തു പോകേണ്ട പല ആവശ്യങ്ങളുണ്ടാവും. ഉണ്ടാവും. ചേച്ചി, ചേച്ചി എങ്ങോട്ടാ? ആരാധ്യയുടെയും ആതിരയുടെയും ട്രെയിനിങ് മുടക്കാൻ ചേച്ചി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എടാ, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണേണ്ട കാര്യമുണ്ടോ? ഇതുവരെ ചേച്ചി എന്നോടൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എനിക്കും അതൊരു മനസ്സമാധാനമായിരുന്നു. എടാ, ഇരട്ടകള് രണ്ടും കൂടി ആറ്റിങ്ങിലെ അഭിമന്യുവിന്റെ വർക്ക് സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവര് പോകുന്ന ടാക്സി ഞാൻ അയച്ചതാ. ഡ്രൈവർ എന്റെ ആളാ. ആ കാറ് അഭിമന്യുവിന്റെ അടുത്ത് ഒരിക്കലും എത്തില്ല. ഇനി എല്ലാവരും കാണാൻ പോകുന്നത് കയ്യും കാലും ഒടിഞ്ഞ് പഞ്ചരത്നത്തിലെ ഇരട്ടകളെയാ. അവർക്ക് കിട്ടാൻ പോകുന്നതേ സർക്കാർ ശമ്പളമല്ല, ജീവിതകാലം മുഴുവനുമുള്ള വികലാംഗ പെൻഷനാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.